തട്ടിപ്പിൽ ശരിയായ അന്വേഷണം നടത്തി പണം തിരികെ നൽകാൻ നടപടി ഉണ്ടാകണമെന്ന് എ.എ.പി. പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരിൽ നിന്നും പണം തിരികെ പിടിക്കണം. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പണമാണ് അധികവും നഷ്ടമായത്. കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ യുവജന സംഘടനകളോ വിഷയം ഏറ്റെടുക്കാത്തത് തട്ടിപ്പിൽ പങ്കുള്ളതുകൊണ്ടാണോ എന്നും ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ ചോദിച്ചു. ഈ പണം മറ്റുള്ള തട്ടിപ്പുകളെല്ലാം പണം പോകുന്നത് ഒന്നുകിൽ ബ്ലാക്ക് മണി കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ പണം രേഖകളില്ലാതെ കൊണ്ട് കൊടുക്കുന്നതാണ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ തട്ടിപ്പും അത് വാക്താങ്ക് ആയിക്കോട്ടെ, പ്യൂരിഫയർ ആയിക്കോട്ടെ, ഗൃഹോപകരണങ്ങൾ ആയിക്കോട്ടെ, ആക്റ്റീവ് ആയിക്കോട്ടെ, ഏതിലാണ് മുഴുവൻ പണവും അക്കൗണ്ടിലാണ് പോയിരിക്കുന്നത്. 60,000 രൂപ ആക്റ്റീവിക്ക്, 5,000 രൂപ ടാങ്കിന്, 30,000 രൂപ ഗൃഹോപകരണങ്ങൾക്ക് ഈ പണം മുഴുവൻ പോയിരിക്കുന്നത് കൃത്യമായ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇവിടുത്തെ പോലീസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കേണ്ട, ഇഡിയും വരണ്ട, പോലീസ് കൃത്യമായി അന്വേഷിച്ചാൽ ഈ അക്കൗണ്ടിൽ ചെന്നിരിക്കുന്ന പണം ആ അക്കൗണ്ടിൽ നിന്ന് എങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് അന്വേഷിക്കുക. ഇനി അത് അക്കൗണ്ട് വഴി അല്ല പോയെങ്കിൽ അവിടുന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഡ്രോ ചെയ്ത ഡേറ്റിലെ ബാങ്കിലെ ക്യാമറ എടുക്കുക, ആരും വിഡ്രോ ചെയ്യുന്നറിയാം. അപ്പോൾ പിന്നെ ഈ പുകമറയുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ശരിക്കും ഈ പുകമറ എല്ലാം കൃത്യമായി രാഷ്ട്രീയത്തിന് അതീതമായി ആര് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പണം കിട്ടിയിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ മാതൃക കാണിച്ചുകൊണ്ട് ആ പണം തിരികെ നൽകാൻ തയ്യാറായാൽ അത് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രചോദനമാകും. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകളുടെ പണം തിരികെ ലഭിക്കാനുള്ള മാർഗവുമാകും.